ഹായ് ഹലോ വെൽക്കം ടു ഫോർച്യൂൺ PSC. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പദശുദ്ധിയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മളൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 150ഓളം വാക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയാണ്, ബാലൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നോക്കുന്നത് ജോഡിയാണ്. ജോഡി എളുപ്പമാണ്, പക്ഷേ തെറ്റാൻ ചാൻസ് ഉള്ളത് ഡാ തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഡായാണ്? സാധാ ഡായാണ് ജോഡിക്ക് എടുക്കുന്നത്. അടുത്തത് ജഡായുനാവുമ്പോൾ സാതിരിച്ചിടുന്ന ഡായാണ് എടുക്കുന്നത്, സാധാ ഡായല്ല എടുക്കുന്നത്. ഓക്കെ, അപ്പം അത് എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡാ വെച്ച് വരുന്ന വേർഡ്സ് എല്ലാം എഴുതി വെക്കുക, അങ്ങനെ തരം തിരിച്ചെഴുതുക. ഢാ വെച്ച് വരുന്നത്, ഢാ വെച്ച് വരുന്നത്, അതുപോലെ തന്നെ താ വെച്ച്, ധാ വെച്ച്, ധാ വെച്ച്, അങ്ങനെ പല വേർഡ്സിൻ്റെതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതി വെക്കുക. ഒരു മെത്തേഡ് അതാണ്, അങ്ങനെ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അടുത്തത് ജഡമാണ്. ജഡത്തിനും ഡാ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ജഡത്തിന് ഈ ഡായല്ല, സാദരിച്ചിരുന്ന ഡായാണ്. അതുപോലെ തന്നെ ജീവത് ഭാഷ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. എന്ത് ചെയ്യാം? ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇത് രണ്ടും കറക്റ്റാണ്. ജീവത് ഭാഷ. ജ്യോത്സ്ന എങ്ങനെ എഴുതും? ജ്യോത്സ്ന, യും സായും കൂടെ ചേരുന്നതാണ്. ഓക്കെ, ഇനി ജ്ഞാനപീഠം. അപ്പം ഞാൻ എഴുതുന്നതിന് ജായും ഞായും കൂടെയാണ്. ഞായും ജായും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇഞ്ചയാണ്. അത് എഴുതരുത് ഇവിടെ, ഞാൻ മാത്രമേ എഴുതാവൂ. അടുത്ത ചടുതി എങ്ങനെയാണ്? ജഷത്തിൻ്റെ ജായാണ് വരുന്നത്. ചണ്ഡകിരൺ, ണായും ഢായും കൂടെയുള്ള അണ്ഡം എന്നുള്ളതിൻ്റെ ണ്ടായാണ് ചണ്ഡകിരൺ. അടുത്ത ചേഷ്ട, ഷായും സാധാ ഡായും കൂടെ. അടുത്തത് ചതുഷ്ടയം എങ്ങനെയാണ്? അതും സാധാ ഡാ വരും. തപശ്ചര്യത്തിന് എങ്ങനെയാണ്? ഇശ്ച വരും, തപശ്ചര്യം. അടുത്തത് തപശക്തി, ഇഷയാണ് അവിടെ വരുന്നത്. തസ്തിക സാധായാണ് വരുന്നത്, മാറ്റമൊന്നുമില്ല. അടുത്തത് തപോനിധി എങ്ങനെ വരും? ഇവിടെ ഈ ധാ തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ സൂക്ഷിച്ചോളുക. അടുത്തത് ജാള്യം എങ്ങനെയാണ്? ജാള്യം ഇങ്ങനെയാണ് എഴുതുന്നത്. ജിജ്ഞാസ, അവിടെയും ജായും ഞായും കൂടെയാണ് വരുന്നത്. തദ്ഭവം, ദാ ശ്രദ്ധിക്കുക, തദ്ഭവം. ദശരഥൻ, അവിടെയും ഈ ധാ ശ്രദ്ധിക്കുക. ഓക്കെ, ദിനപത്രം. ദോഷൈക ദൃക്ക് എങ്ങനെ? പറഞ്ഞെഴുതുക. ദോഷൈക ദൃക്ക്, അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക, അപ്പം തെറ്റില്ല. ഓക്കെ, ദോഷൈക ദൃക്ക് കായാണ്. ഏതൊക്കെ ദാ വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. അടുത്തത് തുച്ഛം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഛാ വരും, തുച്ഛം. ദ്രൗപദി എങ്ങനെ വരും? ദ്രൗപതി അങ്ങനെ തന്നെ വരും. ഓക്കെ, അടുത്തത് ദൃഢതയ്ക്ക് എങ്ങനെയാണ്? അകത്തോട്ട് ചുറ്റുണ്ട്. തർജിമ എന്ന് നമ്മൾ എഴുതി വെക്കുകയും, തർജിമ എന്ന് പറയും, അങ്ങനെ എഴുതി വെക്കുകയും ചെയ്യും, പക്ഷെ അത് റോങ് ആണ്. തർജമയാണ്. ഓക്കെ, തർജമയാണ്. അടുത്തത് ദിവസേന തെറ്റില്ലല്ലോ. തത്വമസിക്ക് നമ്മൾ തത്വമസി എന്ന് എഴുതി വെക്കും, അത് തെറ്റാണ്. ഇത്തയുണ്ട്, തത്വമസിയാണ് കറക്റ്റ്. അടുത്തത് നിഘണ്ടുവിന് ഘടികാരത്തിൻ്റെ ഖായാണ്. അടുത്തത് സൃഷ്ടാവ് എന്നൊക്കെ എഴുതി വയ്ക്കും, തെറ്റാണ്. സ്രഷ്ടാവാണ്, അങ്ങനെ പറഞ്ഞു പഠിക്കുക. സൃഷ്ടാവല്ല, സ്രഷ്ടാവെന്ന് പറഞ്ഞു പഠിക്കുക. ഓക്കെ, അടുത്ത ജനയിത്രി. ഓക്കെ, തെറ്റരുത്. അടുത്ത കവിയിത്രി എന്നൊക്കെ പറഞ്ഞു പഠിക്കും, കവിയിത്രി എന്ന് പറഞ്ഞു പഠിക്കും, അത് തെറ്റാണ്. കവയിത്രിയാണ്, കവയിത്രിയാണ്. ഓക്കെ, കവയിത്രി എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക, കവിയിത്രി എന്ന് പറഞ്ഞ് പഠിക്കരുത്, കവയിത്രി. ഓക്കെ, അടുത്ത ദൃഢത്തിന് ഡായ്ക്ക് അകത്തോട്ടുണ്ട്, ദാർഢ്യത്തിനും ഉണ്ട്. താതാത്മ്യം എങ്ങനെയാണ് എഴുതുന്നത്? അത് ശ്രദ്ധിക്കണം. ദൈവികം, ദ്വിത്വം, നവോഢ, അകത്തോട്ടുള്ളതെല്ലാം തരംതിരിച്ച് എഴുതി വയ്ക്കുക, അപ്പം തെറ്റത്തില്ല. നവോഢ. നികൃഷ്ടം എന്ന് പറയുമ്പോൾ സാധാ ഡായാണ്. നീടം വെറും
ഡായ്ക്ക് അത്ര സ്ട്രെസ് കൊടുത്ത് പറയരുത്. അപ്പം അങ്ങനെ തന്നെ വേണം, നീടമാണ് എന്ന് പറഞ്ഞ് ഇതിന് പകരം ഇതും എഴുതി വെക്കരുത്, നീടം. ഓക്കെ. അടുത്ത് ദ്വന്ദ്വം, ദ്വന്ദ്വവും ദിക്വം ഒക്കെ അത് നോക്കിക്കോണം എങ്ങനെയാണെന്ന്. നിവർത്തിക്കുക, നിവർത്തിക്കുക എന്നുള്ളത് വർത്തിക്കുക തന്നെ നമ്മൾ എഴുതി വെക്കും. പക്ഷെ നിവൃത്തി വരുമ്പോഴോ നിവർത്തിന്ന് എഴുതി വെക്കാമോ? നിവർത്തിന്ന് എഴുതി വെക്കരുത്, നിവൃത്തി എന്ന് എഴുതി വെക്കാവൂ. ഓക്കെ, നിവൃത്തി. അതുപോലെ തന്നെയാണ് ആവർത്തിക്കുകയും ആവൃത്തിയും അങ്ങനെ തന്നെയാണ് വരുന്നത്. അടുത്തത് നിശബ്ദത, നിശബ്ദതയ്ക്ക് ദാ നോക്കിക്കോണം, നിശബ്ദത. അടുത്തത് നാസ്തികൻ, നാസ്തികൻ എങ്ങനെയാണ്? നാസ്തികൻ, നാസ്തികൻ. പങ്കാളിത്തം, പൂജ്യവും ഗായും ഒന്നും എഴുതി വെക്കരുത്, ഇങ്കായാണ് എഴുതേണ്ടത്. പങ്കാളിത്തം. കാര്യസ്ഥൻ്റെ ഇസ്ത ശ്രദ്ധിക്കുക. അടുത്ത കൈപ്പട, ആസ്വാദ്യം, ആസ്വാദ്യം. അടുത്ത് കയ്യാമം, യാ എങ്ങനെയാണ്? വെറും യായാണ്, ഈയ എഴുതി വെക്കരുത്, വെറും യായാണ് കറക്റ്റ്. അടുത്തത് കയ്യൊപ്പ്, അവിടെ അതുപോലെ തന്നെ വെറും യായാണ് എഴുതേണ്ടത്, ഈയ എഴുതരുത്. ഖ്യാതി, നഖത്തിൻ്റെ ഖായാണ് ഖ്യാതിക്ക്. ഗാംഭീര്യം, ഗാംഭീര്യമല്ല ഗാംഭീര്യമാണ്, ഗാം എഴുതി ഭീര്യം, അതാണ് കറക്റ്റ്. അടുത്തത് ഉപവിഷ്ടൻ, ഉപവിഷ്ടൻ, ഡാ കണ്ട ഉപവിഷ്ടൻ. അടുത്തത് ഉത്കണ്ഠ, ഉത്കണ്ഠ എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്, ഉത്കണ്ഠയല്ല ഉത്കണ്ഠയാണ്, ആണ് ഉത്കണ്ഠയാണ്. അതുപോലെ തന്നെയാണ് ഉത്പത്തിയാണ്, ഉൽപ്പത്തി അല്ല. ഉത്കണ്ഠ ഉൽപ്പത്തി എന്നൊക്കെ പറയും, പക്ഷെ അത് നോക്കിക്കോണം, ഉത്കണ്ഠയും ഉത്പത്തിയുമാണ്, അങ്ങനെ പറഞ്ഞു പഠിക്കാം. ഉദ്ദീപനം ആകുമ്പോഴോ താഴോട്ടുള്ള ആണ് എഴുതുന്നത്, ഉദ്ദീപനം. ഉത്തരവാദിത്തം എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്, തം എഴുതരുത്, ത്വം ആണ്, ഉത്തരവാദിത്വം ആണ്. അടുത്തത് എഴുന്നള്ളത്ത്, നമ്മൾ എഴുതുമ്പം എഴുന്നെള്ളത്ത് എന്നൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്, അത് തെറ്റാണ്, എഴുന്നള്ളത്താണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് പഠിക്കാം. അടുത്തത് എണ്ണച്ചായം, ഇച്ഛയാണ്, സാധാ ച ഇച്ഛയാണ്, ഇച്ഛ അച്ഛൻ്റെ ഇച്ഛ അല്ല. ഐകമത്യം, ഐകമത്വം, ഐകമത്വം എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അല്ല, ഐകമത്യം ആണ്, ഇത്യമാണ്. അടുത്തത് ഐക കണ്ഠേന, അത് ചോദിക്കുന്നതാണ്, ഐക എഴുതുക, കൺ വരെ എഴുതിയിട്ട് എന്ത് എന്നുള്ളത് എഴുതുക, ഐക കണ്ഠേന. ഐഷ്ടികം, അച്ഛൻ്റെ ഛ വരിക. ഓമനത്വമാണ്, ഓമനത്വം അല്ല. അടുത്തത് ഒഴികഴിവ്, കോമാളിത്തം, കേമത്തം. ക്രീഡ അകത്തോട്ടില്ല, നോക്കണം. കൃത്രിമം, കൃത്രിമം ഇത്ര എന്ന് എഴുതി വെക്കരുത്, ആണ്, കൃത്രിമമാണ്. കുട്ടിത്തം, കല്യാണം, കല്യാണത്തിന് എവിടെ തെറ്റുന്നത്? ഇല്ല എന്ന് എഴുതി വെക്കും, തെറ്റാണ്, വെറും ലായാണ്. ഓക്കെ. കാരാഗൃഹം, ഗ്രഹമല്ല ഗൃഹമാണ്. കുടിശ്ശിക, ഇശ വരും. കനിഷ്ഠൻ, പൂജ്യം ഡാ വരും. കുട്മളം, ഡാ എങ്ങനെയാണ്? അകത്തോട്ട് കയറ്റത്തില്ല, ക്രോഡീകരണത്തിനും അകത്തോട്ട് കയറില്ല. അടുത്തത് കൗടില്യം, സാധാ ഡായാണ്. കൈ എഴുത്ത്, നേരത്തെ പറഞ്ഞില്ല, കയ്യാമം ഒക്കെ എഴുതുന്നോണം, ഈയ ഇല്ല, വെറും യായാണ്. കുണ്ഠിതം, അതിനും എസ് ഡായാണ് വരുന്നത്. ഇവിടെ എന്താ തെറ്റാൻ ചാൻസ് ഉള്ളത്? നമ്മൾ കർക്കിടകം എന്നെഴുതി വെക്കും ചിലപ്പോൾ, അത് തെറ്റാണ്, കർക്കടകമാണ്, കർക്കടകമാണ് കറക്റ്റ്. അടുത്തത് ക്രൗര്യം, ക്രൗര്യം എങ്ങനെ എഴുതും? ക്രൗ പിന്നെ ര്യം, ക്രൗര്യം. അടുത്തത് കാൽപ്പനികം, കാൽപ്പനികം നേരത്തെ നമ്മൾ ഇതുപോലെ ഒരെണ്ണം പഠിച്ചായിരുന്നല്ലോ, കാൽപ്പനികം പോലെ എഴുതി വെക്കരുത്, കാൽപ്പനികമല്ല കാൽപ്പനികമാണ്. അതുപോലെ ഇല്ലും എഴുതാൻ പാടില്ല, ലായും ചന്ദ്രക്കലയാണ് എഴുതേണ്ടത്. അടുത്ത സൃഷ്ടാവിന് നമ്മൾ സൃഷ്ടാവ് എന്ന് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്, അത് തെറ്റാണ്, സ്രഷ്ടാവെന്ന് പറഞ്ഞു പഠിക്കുക, സ്രഷ്ടാവെന്ന് പറഞ്ഞു പഠിക്കുക. സ്വൈര്യം, സൗഷ്ഠവം, അതിന് ഡാ തിരിഞ്ഞു പോകരുത്. സ്തബ്ധം, ദാ തിരിയരുത്. സ്ഥൂലം, സ്പന്ദം, സ്ഫടികം, സ്ഫടികത്തിന് പാ എഴുതാൻ ചാൻസ് ഉണ്ട്, അല്ല, ഭായാണ്. സ്ഫുടത്തിനും ഭാ തന്നെയാണ്, സ്ഫുലിംഗത്തിനും ഭായാണ്. അപ്പം ങ്ങായും ഗായും കൂടെയാണ് ഗം, ലിംഗം എന്നുള്ളതിന് വരുന്നത്. ഓക്കെ. സൗഹാർദ്ദം, തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് ധായാണ്, ഇദ്ധായല്ല, വെറും ധായാണ് സൗഹാർദ്ദത്തിന്. പക്ഷെ ഹാർദം വരുമ്പോൾ നോക്ക്, ഹാർദത്തിന് താഴോട്ട് കെട്ടുണ്ട്. അടുത്തത് പൂർവികൻ, പൂർവികൻ എഴുതുമ്പോൾ നമുക്ക് എവിടെ തെറ്റുന്നത്? ഉവ്വ എഴുതി വെക്കും, ഇല്ല, പൂർവികൻ വെറും വായേ ഉള്ളൂ.
അടുത്തത് പുരസരം ഇസ്സായുണ്ട്. പ്രതിഷ്ഠ അറിയാലോ. പുച്ഛം, ഭോഷത്വം. ഭോഷത്തിന് ഭായാണ് എഴുതേണ്ടത്, ഓർക്കുക. പുച്ഛത്തിന് അച്ഛൻ്റെ ഛായാണ് എഴുതേണ്ടത്. അടുത്ത പൈശാചികം, പൈശാചികം. അടുത്ത പ്രഭുത്വം, തം അല്ല ത്വം ആണ്, ഓർക്കുക. അടുത്ത ബ്രഹ്മാണ്ടം, ബ്രഹ്മാണ്ടം എന്നുള്ളതിന് ഹായും മായും കൂടെ വരുന്നതായാലും കറക്റ്റാണ്, ബ്രഹ്മാണ്ടം. ഓക്കെ. അടുത്തത് ഭഗവത്ഗീത. ഇവിടെ എവിടെ തെറ്റുന്നത് ഭഗവത്ഗീതയ്ക്ക്? ഭഗവത്ഗീത എന്ന് എഴുതി വയ്ക്കും, അത് തെറ്റാണ്. ഈ താഴെ ഭാഗത്ത് ദ് ആണ് വരേണ്ടത്. ഓക്കെ. അടുത്ത മഞ്ചരി, ഞായും ജായും കൂടെയാണ് എഴുതേണ്ടത്. ജായും ഞായും കൂടെ എഴുതിയാൽ ഞായാണ്, ഇഞ്ച ആണ്. ന്യായം ജായം കൂടെ എഴുതുമ്പോൾ ഇതാണ് കറക്റ്റ്. അടുത്തത് ബ്രാഹ്മണൻ, അതും പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതാം. ഓക്കെ. ബ്രാഹ്മണൻ ഹായും മായും കൂടെ ആയാലും കൂട്ടി എഴുതിയാലും കറക്റ്റാണ്. അടുത്തത് ഭ്രഷ്ട്, ഭ്രഷ്ടിൻ്റെ ഡാ ശ്രദ്ധിക്കണം, ഭ്രായും ശ്രദ്ധിക്കണം, ഭ്രഷ്ട്. അടുത്തത് പ്രസ്തുതം, പ്രസ്തുതം തെറ്റാൻ ചാൻസ് ഇല്ല, പ്രസ്തുതം. ഓക്കെ. അടുത്തത് വ്രതം, വ്രതം എന്ന് എഴുതി വയ്ക്കും, വ്രതമല്ല വ്രതമാണ്, വ്രതമാണ് കറക്റ്റ്. അടുത്തത് മടയത്തം, മടയത്തത്തിന് മാഠയ, മഠയ എന്നൊക്കെ പറയത്തില്ല, മാഠയത്തം എന്ന് എഴുതി വയ്ക്കും, അത് തെറ്റാണ്, മടയത്തമാണ് കറക്റ്റ്. ഓക്കെ. അടുത്തത് മനപീഠ, പീഠയ്ക്ക് ഡാ തിരുത്തുണ്ട്, തിരിച്ച് അകത്തോട്ട് കയറ്റി എഴുതരുത്. അടുത്തത് മുഖഛായ, മൃത്യുഞ്ജയം, ഇഞ്ച, ന്യായം ജായം കൂടെ ചേരുന്നതാണ്, ജായും ന്യായം കൂടെ ഉള്ളതല്ല. അടുത്തത് മഹത്വം, മഹത്വത്തിന് ഇത്തായാണ്, നേരത്തെയൊക്കെ ത്വം വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ എഴുതരുത്, ഇത്തായാണ് മഹത്വത്തിന്. മനസ്സിലാക്കുക, മനസ്താപം, മനസ്സാക്ഷി, മൂഢൻ, മൂഢന് അകത്തോട്ട് കയറ്റിയാണ് എഴുതുന്നത്. അടുത്തത് മാനസികം, മാധ്യസ്ഥ്യം, മാധ്യസ്ഥം അല്ല ഇസ്ഥ്യമാണ്, അത് കറക്റ്റ് എഴുതുക. അടുത്തത് മധ്യാഹ്നം, ഹായും നായും കൂടെ ചേരും, മധ്യാഹ്നം. മ്ലേച്ഛം, മ്ലേ എന്ന് എഴുതുക, അച്ഛൻ്റെ ഛ എഴുതുക, മ്ലേച്ഛം. അടുത്തത് യഥാർത്ഥം, യഥാർത്ഥം ധാ എഴുതേണ്ടത് ഈ ധായാണ്, ലാസ്റ്റ് എന്ത് വരും, തായും ധായും കൂടെ ചേർന്ന് ധം, യഥാർത്ഥം. അടുത്തത് രുക്മിണി, വിഫലം, വിഫലത്തിന് ഭ എഴുതുക, ഫലത്തിൻ്റെ ഭായാണ് എഴുതേണ്ടത്. അടുത്തത് ഗായിക, ഗായിക, ഗായിക എഴുതുക. അടുത്തത് ഗോമേതകം, ഗോമേതകം ദാ വരുന്നത് നോക്കുക, ഗോമേതകം. അടുത്തത് രൂപവത്കരണമല്ല, ലാ എഴുതരുത്, തായും ചന്ദ്രക്കലയുമാണ്, രൂപവത്കരണമാണ് വരുന്നത്. അടുത്തത് ഗീതാഞ്ജലി, ന്യായും ജായും കൂടെയാണ് വരേണ്ടത്, ഗീതാഞ്ജലി. അടുത്തത് യഥേഷ്ടം, ധേ നോക്കുക, ഷ ചെറിയ ആദ്യത്തെ ഡ, യഥേഷ്ടം. അടുത്തത് മൃച്ഛകടികം, അച്ഛൻ്റെ ഛായാണ്, മൃച്ഛകടികം. അടുത്ത ഗ്രന്ഥി ആവുമ്പോഴോ നായും ധായും കൂടെ ഉള്ളത്, ഗ്രന്ഥി. അടുത്ത ഡംഭ്, ഡംഭ് എന്നുള്ളത് സാധിച്ചിടുന്ന ഡ, ഡംഭ്. നെക്സ്റ്റ് നിക്ഷിപ്തം, നിക്ഷിപ്തം വെറും ഷായല്ല, ഇക്ഷ വരണം, നിക്ഷിപ്തമാണ് വരേണ്ടത്. ഓക്കെ. നിക്ഷിപ്തം. ജാഡ്യം അകത്തോട്ട് കയറ്റില്ല, സാധാ ഡായാണ്, സാധാ അല്ല സാധിച്ചിടുന്ന ഡായാണ്, അകത്തോട്ട് കയറ്റില്ല. ഓക്കെ. ഇനി പരിതസ്ഥിതി, പരിതസ്ഥിതി സ്ഥാ വരിക, പരിതസ്ഥിതി. അടുത്ത പാഠകം, ഡാ സാധാ ഡാ എഴുതരുത്, 0 ഡായാണ് എഴുതുന്നത്, പാഠകം. ശ്മശാനം, ചന്ദ്രകല, ശാനം. ഓക്കെ. ഈ ഢായൊക്കെ വരുമ്പം അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞു പഠിക്കുക, അപ്പം തെറ്റത്തില്ല. ഓക്കെ. അടുത്തത് പ്രസ്താവ്യം, താ നോക്കണം, രഥത്തിൻ്റെ ധായല്ല ഇവിടെ വരുന്നത്, വെറും തായാണ് വരുന്നത്. ഓക്കെ. അടുത്തത് പ്രാബല്യം, പ്രാവശ്യം, അതൊന്നും തിരിഞ്ഞു പോകരുത്. ഓക്കെ. മൃഗതൃഷ്ണ, തൃഷ്ണയല്ല തൃ ആണ് വരുന്നത്, ത്രായല്ല തൃ ആണ് വരുന്നത്. അടുത്ത ലോകത്രയത്തിനും അതുപോലെ ത്രായാണ് വരുന്നത്. ഓക്കെ. തിരിഞ്ഞു പോകരുത്, ഇവിടെ തൃ ആണ്, ഇവിടെ ത്രായാണ് വരുന്നത്. ഓക്കെ. ഇവിടെ രണ്ടാമത്തത് എടുക്കുമ്പോൾ ത്രായും ആദ്യത്തത് തൃ ആണ് വരുന്നത്. അടുത്ത വിശിഷ്യ, വിദഗ്ധൻ, വിദഗ്ധൻ എങ്ങനെ എഴുതുന്നത്, വിദഗ്ധൻ. ഓക്കെ. വിദഗ്ധൻ. അടുത്തത് വളർച്ചാ നിരക്ക്, വായ്പാ നിരക്ക് ഒരുപോലുള്ളതാണ്, വളർച്ചാന്ന് ദീർഘവിടത്തില്ല, വളർച്ചാ നിരക്ക്, വായ്പ നിരക്ക് അങ്ങനെ പറഞ്ഞു പഠിക്കുക, അപ്പം തെറ്റില്ല. ഓക്കെ. ഇവിടെ നിരക്കാണ്, നിരിക്കല്ല, നിരക്കാണ്. ഓക്കെ. അടുത്തത് വിമർശം, രാഷ്ട്രീയം,
ദുശീലം ഷ വരും. വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്ന് പറയുമ്പോൾ ഛ, ഇച്ഛ, വിദ്യുത് ശക്തി. കയ്യക്ഷരം, നേരത്തെ കയ്യാമോ ഒക്കെ പറഞ്ഞതുപോലെ കയ്യക്ഷരം യാ, വെറും യായാണ്, യ വരത്തില്ല. അടുത്തത് ചെമപ്പ്, ചു അല്ല ചേമപ്പ് ആണ് വരുന്നത്, ചേമപ്പ് എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ 150 ആണ്, 150ഓളം വാക്കുകൾ പഠിച്ചു. ഇപ്പോൾ ഒരു 150ഓളം പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ 300+ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിവിഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഓരോന്നിൻ്റെ അടിയിലായിട്ട് എഴുതി തരം തിരിച്ച് തന്നെ പഠിക്കുക. പിന്നെ സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ട അക്ഷരങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പറഞ്ഞ് പഠിക്കുക. അല്ലാതെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇത് പഠിക്കാൻ. ഈ 2 മാർഗ്ഗങ്ങളാണ് നന്നായി പഠിക്കാനുള്ളത്. ഓക്കെ, തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ. അപ്പോൾ അടുത്തൊരു PYQ സെഷനായിട്ട്, ഇത്രയും നമ്മൾ 300+ വേർഡ്സ് പഠിച്ചു. അപ്പം അതിൻ്റെ ഒരു PYQ സെഷനായിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ 2 പാർട്ടും നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഇതിലേതെങ്കിലും വാക്കുകൾ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.